മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം, ലെറ്റർ ഓഫ് സെയിന്റ് ജേക്കബ് ചാപ്റ്റർ 5 വേഴ്സ് 11. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിന്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനുമാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. അർഹതയുള്ളത് ലഭിച്ചില്ല എന്ന ചിന്താഭാരം നമ്മിൽ പലരെയും അലട്ടുന്നുണ്ടായിരിക്കും. നീതിയും ന്യായവും മുൻനിർത്തി പ്രവർത്തിച്ചു. മറ്റുള്ളവരെല്ലാം നീതിബോധവും മര്യാദയും പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ പ്രതീക്ഷ സഫലമായില്ല. നമുക്ക് അർഹതയുള്ള ജോലിക്കയറ്റങ്ങളോ അംഗീകാരമോ ലഭിച്ചില്ല. മറ്റാരെങ്കിലും തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അവകാശം കൈവശപ്പെടുത്തിയിരിക്കാം. ജീവിത അനുഭവങ്ങളിൽ നാം നിരാശരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. നിശ്ചയമായും ദൈവം നമ്മെ സഹായിക്കും. പ്രവാചകന്മാർ അനീതി സഹിച്ചവരാണ്. തന്റെ വിശ്വാസമാണ് സത്യമെന്ന് ഏലിയാവ് ആഹാബിന് വ്യക്തമായി തെളിയിച്ചു കൊടുത്തെങ്കിലും ആഹാബ് അത് സ്വീകരിച്ചില്ല. സത്യത്തിനു മുമ്പിൽ കണ്ണുകൾ അടച്ചു കളഞ്ഞു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി യാഗം ദഹിപ്പിച്ചു. ഇത് കണ്ട ആഹാബ് സത്യമെന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലും അത് സ്വീകരിച്ചില്ല. ഏലിയാവ് നിരാശയിൽ വീണ് തകരാതെ സഹിഷ്ണുതയോടെ കാത്തിരുന്നു. സത്യമെന്താണെന്നറിഞ്ഞാലും ലോകമനുഷ്യർ അതിൽ കൂട്ടുനിൽക്കുകയില്ല. ബലമുള്ള ഭാഗത്ത് സ്വന്തം കാര്യലാഭത്തിനായി ചേരും. ജോബ് പലതരം ദുരിതങ്ങൾ അനുഭവിച്ചു. നീതിമാനായ ജോബിന് അർഹതയില്ലാത്തതായിരുന്നു പ്രസ്തുത അനുഭവങ്ങൾ. ദൈവം അവഗണിച്ചിരിക്കാം എന്ന സംശയം മനസ്സിൽ വരാമായിരുന്നു. മക്കളെല്ലാം ഒരുമിച്ച് അപകടത്തിൽ മരിച്ചു. സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് രോഗിയായി തീർന്നു. ജോബ് നിരാശവാനായില്ല. സഹിഷ്ണുതയോടെ കാത്തിരുന്നതിനാൽ സകലതും ശുഭമായി പര്യവസാനിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കും കാത്തിരിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.